ഹായ്, പ്രിയാസ് ഡിലൈറ്റ്സിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് വെറും 5 മിനിറ്റ് കൊണ്ട് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ഈസി സ്നാക്ക് റെസിപ്പി ആയിട്ടാണ് ബനാന ബോൾസ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കി അഭിപ്രായങ്ങൾ പറയണം. ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ദയവ് ചെയ്ത് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. നമുക്ക് ഈസി ആയിട്ടുള്ള ബനാന ബോൾസ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിനാവശ്യമായിട്ടുള്ള സാധനങ്ങൾ ഞാനിവിടെ 3 ബ്രെഡ് എടുത്തിട്ടുണ്ട്. ഈ ബ്രെഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല വലിപ്പമുള്ളതാണ്. നാട്ടിൽ കിട്ടുന്ന ബ്രെഡിന് ഇത്രയും വലിപ്പം ഉണ്ടാവില്ല. അപ്പം നിങ്ങൾ നാട്ടിൽ ഉപയോഗിക്കുന്ന ബ്രെഡാണ് ഇതിന് എടുക്കുന്നതെങ്കിൽ ഒരു 4-4.5 എണ്ണം വേണ്ടി വരും. പിന്നെ ഞാൻ എടുത്തേക്കുന്നത് ഒരു റോബസ്റ്റ് പഴമാണ്. ഇത് ഞാൻ ഫുൾ എടുക്കില്ല, ഒരു പകുതി പഴം എടുക്കുന്നുള്ളൂ. ഞാനിത് വളരെ ചെറിയ എമൗണ്ടിലാണ് കാണിക്കുന്നത്. അപ്പോൾ ഞാൻ പകുതി പഴം വെച്ചിട്ടാണ് ചെയ്യാൻ പോകുന്നത്. പിന്നെ വേണ്ടത് ഏലക്ക പൊടിച്ചത്, ഇതൊരു 1/4 ടീസ്പൂണിൻ്റെ അടുത്ത് വേണ്ടി വരും. പഞ്ചസാര 1 ടേബിൾ സ്പൂൺ. പിന്നെ ഇത് വറുത്തെടുക്കാൻ ആവശ്യമായിട്ടുള്ള എണ്ണയും വേണം. അപ്പോൾ ആദ്യം ഞാൻ ഈ ബ്രെഡ് മിക്സിയുടെ ജാറിലിട്ട് ജസ്റ്റ് ഒന്ന് പൊടിച്ചെടുക്കാൻ പോവാണ്. ഞാനിപ്പോൾ ബ്രെഡ് മിക്സിയുടെ ജാറിലിട്ട് നന്നായിട്ട് പൊടിച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. ഈ ബ്രെഡ് പൊടിക്കുമ്പം ആ 4 സൈഡും കളയണം എന്നൊന്നുമില്ല കേട്ടോ. ബ്രെഡ് അങ്ങനെ പാടിയിട്ട് തന്നെ നമുക്ക് പൊടിച്ചെടുക്കാം. അപ്പം ഞാനൊരു ബൗളിലേക്ക് ആ പഴം തൊണ്ട് കളഞ്ഞെടുത്തിട്ടുണ്ട്. ഈ പഴം നന്നായിട്ട് കൈ വെച്ച് തന്നെ ഒന്ന് ഉടച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ആ ബ്രെഡിൻ്റെ പൊടി ചേർക്കാം. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർക്കാം. കുറച്ച് ഏലക്ക പൊടിച്ചത് ചേർക്കാം. ഇത് ഒരു 1/4 ടീസ്പൂൺ ഇല്ല, 1/4 ടീസ്പൂണിനേക്കാളും കുറവാണ്, ഒരു 2 നുള്ളോളം ഉണ്ടാവും. ഇത്രയും കൂടി ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. കൈവച്ച് തന്നെ ഇങ്ങനെ നന്നായിട്ട് മിക്സ് ചെയ്ത് ഇങ്ങനെ ഉരുളകളാക്കാൻ പാകത്തിന് കുഴച്ചെടുക്കും. നിങ്ങളിപ്പം റോബസ്റ്റ് പഴം തന്നെ ഉപയോഗിക്കണം എന്നില്ല, ഞാലിപ്പൂവനായാലും കുഴപ്പമില്ല. ഞാലിപ്പൂവനാണ് ഉപയോഗിക്കുന്നതെന്നുണ്ടെങ്കിൽ ഒരു പഴമൊക്കെ മതിയാവും. ഇതിന് നമുക്ക് ചെറിയ ബോൾസ് ആയിട്ടൊന്ന് പിടിച്ചെടുക്കാം. ഞാൻ ചെറിയ ബോൾസാണ് ആക്കിയേക്കണം. ചെറിയ ബോൾസ് ആക്കിയിട്ടുണ്ടെങ്കിൽ വറുത്ത് പോരാൻ എളുപ്പമുണ്ടാവും. ഇങ്ങനെ ബാക്കിയുള്ളതും കൂടി പിടിച്ചെടുക്കാം. അപ്പം ഞാനതെല്ലാം ഇങ്ങനെ ബോൾസ് ആയിട്ട് പിടിച്ചെടുത്തിട്ടുണ്ട്. നമുക്കിനി ഇത് ഫ്രൈ ചെയ്തെടുക്കാം. സ്റ്റവിൽ ഒരു ഫ്രൈ പാൻ വെച്ചിട്ടുണ്ട്. ഇത് ചൂടായി കഴിയുമ്പം കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. ആ ബോൾസ് ഫുള്ളായിട്ട് മുങ്ങുണ്ടെങ്കിലും ഒരു പകുതിയെങ്കിലും മുങ്ങിക്കിടക്കാൻ പാകത്തിനുള്ള എണ്ണ വേണം. ഇപ്പം എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. നമുക്ക് ഓരോ ബോൾസായിട്ട് പയ്യെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. തീ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിരുന്നാൽ മതി, അല്ലെങ്കിൽ ഇത് പെട്ടെന്ന് കരിഞ്ഞു പോവും. ഇത് വേവാനായിട്ടൊന്നും അങ്ങനെ വെയിറ്റ് ചെയ്യേണ്ട കാര്യമില്ല. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ബ്രെഡായാലും പഴമായാലും വെറുതെ തിന്നുന്ന സാധനമാണല്ലോ. അപ്പം ഇത് പെട്ടെന്ന് തന്നെയാവും. നമുക്ക് പയ്യെ ഒന്ന് തിരിച്ചിട്ട് നോക്കാം. താഴെ ഭാഗത്ത് ചെറുതായിട്ട് ഗോൾഡൻ കളറായി തുടങ്ങിയിട്ടുണ്ട്. ഇതിൻ്റെ 2 സൈഡും ചെറുതായിട്ടൊന്ന് മൊരിഞ്ഞ് ബ്രൗൺ കളറാവണം. അപ്പോഴാണ് ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ നമ്മുടെ ബോൾസ് എല്ലാം നന്നായിട്ട് ബ്രൗൺ കളറായിട്ടുണ്ട്. ഇത് നമുക്കിനി ഒരു പ്ലേറ്റിലോട്ട് എടുത്ത് മാറ്റാം. അപ്പോൾ നമ്മളിത് എടുക്കാൻ നേരം തീ ഒന്ന് ഹൈ ഫ്ലെയിമിലാക്കിയിട്ടിട്ടുണ്ടെങ്കിൽ ഇതൊട്ടും എണ്ണ കുടിക്കാണ്ടിരിക്കും. അധികം എണ്ണയില്ലാണ്ട് നമുക്ക് എടുക്കാൻ പറ്റും. അപ്പോൾ നമ്മുടെ ബനാന ബോൾസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിൻ്റെ പുറമേ നല്ല ക്രിസ്പിയും ഉള്ളിൽ നല്ല സോഫ്റ്റുമാണ്. ഇത് നല്ല ടേസ്റ്റാണ്, നല്ല എളുപ്പമാണ് ഉണ്ടാക്കാൻ. ഒരു 5 മിനിറ്റ് പോലും വേണ്ട. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്തിട്ട് എന്തായാലും അഭിപ്രായം പറയണം.
ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ദയവ് ചെയ്ത് ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ ഇനി അടുത്ത റെസിപ്പിയായിട്ട് വീണ്ടും കാണാം. താങ്ക്